ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. സ്റ്റോറി ഓഫ് ദ ക്ലാസിക്സ് എന്നാണ് സെഗ്മെൻറ്റ്. സ്റ്റോറി ഓഫ് ദ അല്ല, സ്റ്റോറി ഓഫ് ക്ലാസിക്സ് എന്നുള്ള സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ, എല്ലാ ലാംഗ്വേജുകളിലും ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്ത ഒരുപാട് സിനിമകളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ക്ലാസിക് സിനിമകളെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സെഗ്മെൻറ്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സിനിമ ഒരു സെക്കൻഡ് വേൾഡ് വാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പടമാണ്. ഒരു ബ്രിട്ടീഷ് മൂവിയാണ്, ഒരു ഹോളിവുഡ് മൂവിയല്ല, ഒരു ബ്രിട്ടീഷ് മൂവിയാണ്. അപ്പോൾ സിനിമയുടെ പേര് ദ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പൈജാമാസ് എന്നാണ്. അപ്പോൾ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഈ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ജർമ്മനിയിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ ബെർലിനിൽ താമസിക്കുന്ന ഒരു മിലിറ്ററി കുടുംബം, അതിൽ ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്, ഒരു 7 വയസ്സുള്ള പയ്യൻ. അവൻ്റെ പേര് ബ്രൂണോ എന്നാണ്. പിന്നെ അച്ഛൻ, അമ്മ. അപ്പോൾ അച്ഛൻ ജർമ്മൻ പട്ടാളത്തിൽ ജോലി ചെയ്യുവാണ്. അങ്ങനെ ബ്രൂണോയ്ക്ക് ബെർലിൻ നഗരത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യുവാണ്. ഭയങ്കരമായിട്ടുള്ള നല്ല ജോളി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡുള്ള കുട്ടിയാണ് ഈ ബ്രൂണോ. അങ്ങനെ ഇരിക്കെ ബ്രൂണോയുടെ അച്ഛന് പ്രൊമോഷനോടുകൂടി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുവാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും, എന്ന് വെച്ചാൽ ഈ അവിടെ ഓൾറെഡി ബെർലിനിൽ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫാമിലിയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും അവർ ഈ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് താമസമാക്കുകയാണ്. അവിടുത്തെ ഓഫീസറായിട്ട് അദ്ദേഹം ചാർജ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ വീടിൻ്റെ ബാക്കിലായിട്ട് കാടിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകരുത് എന്ന് ബ്രൂണോയുടെ അമ്മ പറഞ്ഞ് വിലക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ ഗാർഡനും മറ്റു കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, ഈ വീടിൻ്റെ പരിസരത്ത് മാത്രമേ നിന്ന് കളിക്കാവൂ എന്ന് ബ്രൂണോയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രൂണോ പിന്നെ അവൻ്റെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ബ്രൂണോയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമല്ല. കാര്യം ബെർലിനിൽ അവൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവൻ കൂട്ടുകാരോട് എപ്പോഴും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുവാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവന് സംസാരിക്കാനും മിണ്ടാനും പറയാനുമായിട്ട് ആരുമില്ല. അപ്പോൾ അതവന് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഓടി നടന്നൊക്കെ എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും കുട്ടികളാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ അവൻ ഈ വീടിൻ്റെ പുറകിൽ ഒക്കെ പോയി നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ അപ്പുറത്ത് ഈ ചെറിയൊരു കാടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു കൂട്ടുകാരനെ കിട്ടുന്നു. കൂട്ടുകാരൻ്റെ പേര് ഷുമൽ എന്നാണ്. അപ്പോൾ ഒരു വേലിക്കെട്ടിന്, ഒരു ഇരുമ്പ് മുള്ളു വേലിക്ക് അപ്പുറമാണ് ഈ ഷുമൽ താമസിക്കുന്നത്. അപ്പോൾ ഷുമൽ ഒരു പ്രിസണേഴ്സിൻ്റെ പോലത്തെ ഒരു യൂണിഫോമൊക്കെ ഇട്ട ഒരു പയ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൂതന്മാരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ജൂത ക്യാമ്പാണ് ഈ ഷുമൽ താമസിക്കുന്ന സ്ഥലം. ഇപ്പുറത്ത് ഈ അവിടെ വർക്ക് ചെയ്യുന്ന മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ സ്ഥലമാണ് ഈ ബ്രൂണോ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ ബ്രൂണോയും ഷുമലും കൂട്ടുകാരാവും. അങ്ങനെ കൂട്ടുകാരായി അവരുടെ വൈകുന്നേരങ്ങളും അവരുടെ ദിവസങ്ങളും എല്ലാം സംസാരിച്ച് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അവർ ചെസ്സ് പോലത്തെ ഗെയിമൊക്കെ കളിക്കും. അങ്ങനെ ഭയങ്കര രസമാണ്. ഈ ഷുമലിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന കൊച്ചുകുട്ടിയെ കാണാൻ നല്ല രസമാണ്. അവന് പല്ലൊന്നുമില്ല, ഭയങ്കര ക്യൂട്ടാണ് അവനെ കാണാനായിട്ട്. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പാവും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ബ്രൂണോ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു കേക്കിൻ്റെ പീസ് എടുത്തിട്ട് ഷുമലിന് കൊണ്ട് കൊടുക്കും. പക്ഷേ ഷുമൽ അത് കഴിക്കുന്നത് കാണുന്ന ഒരു മിലിറ്ററി ഓഫീസർ ഷുമലിൻ്റെ അടുത്തേക്ക് ആരാണ് നിനക്ക് കേക്ക് തന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഷുമൽ പറയും ബ്രൂണോ ആണ് തന്നത് എന്നൊക്കെ പറയും. അങ്ങനെ ബ്രൂണോയോട് ചോദിക്കുമ്പോൾ ബ്രൂണോ പേടിച്ചിട്ടറിയില്ലല്ലോ ഞാൻ കൊടുത്തതല്ല എന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ ഷുമലും ബ്രൂണോയും കൂടി ചെറിയൊരു പിണക്കം വരും. പിന്നീട് ഒരു ഫ്രണ്ട്സാവും. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു നല്ല എന്താ പറയുക, നമ്മൾ മനസ്സിന് നല്ല കുളിർമ തരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഷുമൽ ബ്രൂണോയോടടുത്ത് പറയും തൻ്റെ അച്ഛനെ കാണാനില്ല, പിന്നെ തനിക്കിവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഈ ക്യാമ്പിൽ, അപ്പോൾ അച്ഛനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് പറയും. അപ്പോൾ ബ്രൂണോ പറയും ഓക്കെ നമുക്ക് അന്വേഷിക്കാം, പിന്നെ അച്ഛനെ തേടി പോകാം എന്ന് പറഞ്ഞിട്ട് ബ്രൂണോ ഷുമലിൻ്റെ കൂടെ അന്വേഷിക്കാനായിട്ട് പോകും. അപ്പോൾ ഈ മുള്ളുവേലിയുടെ അടിയിൽ കൂടെ ഒരു കുഴി പോലെ എടുത്തിട്ട് ഈ ബ്രൂണോ മുള്ളുവേലിയുടെ അപ്പുറത്തേക്ക് പോവും. അപ്പുറത്തേക്ക് പോകുന്ന ബ്രൂണോ ഷുമലിൻ്റെ കൂടെ നോക്കും. അപ്പം ഈ ഷുമൽ മുട്ടയടിച്ചിട്ടുണ്ട്, ഷുമലിന് മുടിയൊന്നുമില്ല. അപ്പം ഈ കാണാതിരിക്കാനായിട്ട് ഷുമൽ ബ്രൂണോയ്ക്ക് ഒരു തൊപ്പി കൊടുക്കും. പിന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനായിട്ട് അവിടെയുള്ള ഒരു പ്രിസണേഴ്സ് യൂണിഫോം ഇവന് ബ്രൂണോയ്ക്ക് കൊടുക്കും. അങ്ങനെ ബ്രൂണോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ പ്രിസണേഴ്സ് ആണെന്നേ പറയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഈ ക്യാമ്പിൻ്റെ പോലത്തെ ചെറിയ ടെൻറ്റ് പോലത്തെ സ്ഥലങ്ങളുണ്ട്. ടെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കും, ഈ പിന്നെ ഷുമലിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടോ എന്നിങ്ങനെ എല്ലായിടവും സെർച്ച് ചെയ്യും.
അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഇവരിങ്ങനെ ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഒരു ജർമ്മൻ പട്ടാളക്കാരൻ വന്നിട്ട് എല്ലാവരും ലൈനായിട്ട് നിൽക്കുമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും വളരെ മെലിഞ്ഞ കൃഷകാത്ര ആൾക്കാരാണ്, ആഹാരമൊന്നുമില്ല. ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ എല്ലാവരും കൊണ്ട് നിന്നിട്ട് ജർമ്മൻ പട്ടാളക്കാർ എല്ലാവരെയും നിർത്തി ലൈൻ പോലെ നിർത്തിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴാണ് ബ്രൂണോയുടെ വീട്ടിൽ ബ്രൂണോയുടെ അമ്മ മനസ്സിലാക്കുന്നത് ബ്രൂണോയെ കാണാനില്ല. അപ്പോൾ ബ്രൂണോയുടെ അമ്മ അവിടെയെല്ലാം നോക്കുമില്ല. ബ്രൂണോയുടെ അമ്മ നേരെ ഓടിച്ചെന്ന് ബ്രൂണോയുടെ അച്ഛനൊരു മീറ്റിംഗ് ഇരിക്കുകയായിരിക്കും. ആ മീറ്റിങ്ങിന് ഡോറൊക്കെ തുറന്നിട്ട് ബ്രൂണോയെ കാണാനില്ല എന്നുള്ള പേരും വളരെ പരിഭ്രാന്തിയോടെ അറിയിക്കും. അങ്ങനെ ബ്രൂണോയെ സെർച്ച് ചെയ്ത് എല്ലാ ഡോഗ് സ്ക്വാഡും എല്ലാം പോവും. അപ്പോൾ ഇതേ സമയം അപ്പുറത്തെ സൈഡിൽ ബ്രൂണോയും ഇവനും ഷുമലും കൂടെ എങ്ങോട്ടോ പോവാണ്. നമുക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ജർമ്മൻ പട്ടാളം കൊണ്ടുപോവാണ്. അപ്പോഴുള്ള സീനൊക്കെ ഭയങ്കരമാണ്. ഈ രണ്ട് കുട്ടികൾ കൈയൊക്കെ പിടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സീനാണ്. നമ്മളെ എന്താ പറയുക, നെഞ്ചി പിടയാതെ ആ സീനൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അവരെ നേരെ കൊണ്ടുപോകുന്നത് ഒരു എക്സ്റ്റർമിനേഷൻ ക്യാമ്പ്, ഒരു എക്സ്റ്റർമിനേഷൻ സ്ഥലമാണ്. ഒരു ഗ്യാസ് ചേമ്പറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം, ഈ കുറേ വലിയ ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഈ ഒരു ചെറിയ മുറിക്കകത്ത് കൊണ്ടുവന്നിട്ട് ആ കുട്ടികൾ ഇവരെല്ലാം ഉടുപ്പൊക്കെ ഊരി മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഈ പെസ്റ്റിസൈഡ് പെലറ്റ്സ് ഇടുവാണ്. എന്ന് പറഞ്ഞാൽ അവരെ നിഷ്കരണം കൊന്നുകളയുവാണ്. അപ്പോൾ ആ സീൻ കഴിയുമ്പോഴാണ് ഈ ബ്രൂണോയുടെ അമ്മ പോലും ആ സിറ്റുവേഷനിൽ എത്തുന്നതും ഇതെന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവുന്നത്. നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീനാണത്. ഈ സെക്കൻഡ് വേൾഡ് വാറിനെപ്പറ്റി പല സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, സേവിങ് പ്രൈവറ്റ് റയൻ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സിനിമകൾ സെക്കൻഡ് വേൾഡ് വാറിനെപ്പറ്റി വന്നിട്ടുണ്ട്. കാസാബ്ലാങ്ക പോലുള്ള പടങ്ങളെല്ലാം. പക്ഷേ എന്നെ ഇത്രയും ഡീപ്പായിട്ട് ഹർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഹർട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇത്രയും ഡീപ്പായിട്ട് വേദനിപ്പിച്ച മറ്റൊരു സിനിമ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ ലോകത്ത് നിന്നുള്ളൊരു കഥ. ആ ഇന്നസെൻസിൻ്റെ ബലത്തിൽ, ആ ഇന്നസെൻസ് കൊണ്ട് ഒരു കുട്ടി തൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് പോവുകയും അവൻ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഹിസ്റ്റോറിയൻസ് ഈ മൂവിയെ പറ്റി പല ഡിസ്കഷൻസും ഉണ്ട്. അതായത് നാസീസിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു, അങ്ങനെ. ഞാൻ ആ ഡിസ്കഷൻസിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു എസൻസ് നമുക്ക് പറയുന്ന ഒരു മെസ്സേജ് ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് ചില സിനിമകൾ ഗംഭീരമാണെങ്കിലും ഈ അടിപൊളി സിനിമകളാണ് രണ്ടാമതൊന്നും കൂടെ കാണാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ആകാശദൂത്, തനിയാവർത്തനം, സതയം, ഇതൊക്കെ മലയാളത്തിൽ ചില എക്സാമ്പിൾസ് ഉണ്ട്. തമിഴിലും ഹിന്ദിയിലും എല്ലാം ഇതുപോലത്തെ സിനിമകളുണ്ട്. ഗംഭീര പടങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് രണ്ടാമതൊന്നും കൂടെ കണ്ട് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പൈജാമാസ് എന്ന് പറയുന്ന പടം. രണ്ടാമതൊന്നും കൂടെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് ഫോറത്തിലൊന്നും ഡിസ്കഷനിൽ വന്ന ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സിനിമകൾ കാണുന്ന ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയാണിത്. അത് IMDb സ്കോറോ അല്ലെങ്കിൽ റോട്ടൺ ടൊമാറ്റോ സ്കോറോ ഒന്നും നോക്കിയിട്ടല്ല. ആ സിനിമ നമ്മളെ എത്രമാത്രം ഡീപ്പായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൻ്റെ ഔട്ട്ലുക്കിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും, നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെ ഉള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പടം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണുക ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പൈജാമാസ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്ലാസിക് സിനിമകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.